അതെന്തോ കൊച്ചുകുട്ടികളെ പോലെ. എനിക്ക് പെട്ടെന്ന് ചുമ വന്നു, അല്ലെങ്കിൽ ഞാൻ തന്നെ ജയിക്കായിരുന്നു. തോറ്റിട്ട് അങ്ങനെ ഉരുണ്ട് കളിക്കണ്ട കേട്ടോ. ഈ ടാസ്കിൽ ഞാൻ തന്നെയാ ജയിച്ചത്. ഓക്കെ സമ്മതിച്ചിരിക്കുന്നു. താൻ തന്നെ ജയിച്ചു. കൺഗ്രാചുലേഷൻസ്. വെറും കൺഗ്രാറ്റ്സ് മാത്രം പോരാ. ഇതിന് എന്ത് സമ്മാനം സാർ തരാൻ പോകുന്നേ? ആദ്യം അത് പറ. തനിക്ക് സമ്മാനം ഓക്കെ. തനിക്ക് ഞാൻ എന്റെ സാമ്രാജ്യം മുഴുവൻ സമ്മാനമായിട്ട് തരട്ടെ. എന്നെ തന്നെ. ഹലോ ഹലോ ശ്രീ, സോറി ഞാൻ വിളിച്ച സമയം ശരിയല്ലെന്നറിയാം. പക്ഷെ അർജന്റായി പോയതുകൊണ്ടാ. എന്തോ ചെടി? നീ ഏത് ബുക്ക് ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് തിരികെ കൊടുത്തില്ലാന്ന്. അത് റിട്ടേൺ ചെയ്തില്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് ക്യാൻസൽ ആവുന്ന നോട്ടീസ് ബോർഡിൽ നോട്ടീസ് ഇട്ടിരിക്കുന്നു. അയ്യോ, അത് ശരിയാ കൃഷ്ണ, ഞാൻ അക്കാര്യം മറന്നേ പോയി. കുഴപ്പമില്ല, കോളേജ് ലൈബ്രറി ഇന്ന് ഓപ്പൺ ആണ്. ബുക്ക് ഇന്ന് തന്നെ തിരികെ കൊണ്ട് കൊടുത്താ മതി. ശരിയടി, ഞാൻ വരാം. നമുക്ക് ഉടനെ കാണാം. ഓക്കെ, ബൈ. ബൈ. എന്തുപറ്റി? അത് സർ, കോളേജ് ലൈബ്രറിയിൽ നിന്ന് ഞാൻ എടുത്തൊരു ബുക്ക് തിരികെ കൊടുത്തിട്ടില്ല. അത് തിരികെ കൊടുത്തില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ലെന്ന് നോട്ടീസ് കണ്ടെന്ന്. എനിക്ക് തിരികെ കൊടുക്കണം. കോളേജിലേക്ക് ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യട്ടെ? അയ്യോ വേണ്ട സർ, കുഴപ്പമില്ല. സാധാരണ ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും മറക്കാറില്ല. പക്ഷേ അടുത്ത കാലത്താ ഇങ്ങനെയൊക്കെ. അടുത്ത കാലത്തെന്ന് പറഞ്ഞ എന്നെ കണ്ടുപിട്ടിയതിന് ശേഷമാണോ? ഏയ് ഒന്നുമില്ല സർ. ഇപ്പൊ തന്നെ വീട്ടിൽ പോയി ബുക്ക് എടുത്തുകൊണ്ടുപോയി മടക്കി കൊടുക്കാന്നാ വിചാരിക്കുന്നത്. ഓക്കെ, ഗുഡ്. നിന്റെ ഫോക്കസ് മാത്രമല്ല വിക്ടർ, ആ രവിവർമ്മന്റെ ഫോക്കസും തെറ്റിയിരിക്കുകയാണ്. അല്ലേ രാജാറാം ചേട്ടാ? ജിഡി, നീ മരണം ഇരന്ന് വാങ്ങുകയാണ്. രവിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? ശരി ഓക്കെ. നിന്റെ ആത്മമിത്രത്തെ ഞാൻ തൽക്കാലം വെറുതെ വിടുന്നു. പക്ഷേ അവന്റെ അടുത്തിരിക്കുന്ന പെൺകൊച്ചില്ലേ, നമ്മുടെ സീതാലക്ഷ്മി എന്ന ശ്രീലക്ഷ്മി കുട്ടി, ആദ്യം അവളെ അങ്ങ് തീർത്ത് കളഞ്ഞാലോ? വിക്ടർ, ആ പെൺകൊച്ചിന് നേരെ ഫോക്കസ് ചെയ്യ. നമ്മുടെ ടാർഗറ്റ് ഇനി അവളാണ്. ജിഡി വേണ്ട, ആ പെൺകുട്ടി ഒന്നും ചെയ്യരുത്. അതൊരു പാവം കുട്ടിയാണ്. ആണോ? അയ്യോ കഷ്ടം. എന്താ രാജാറാം സാറേ ആ പെൺകൊച്ചിനോട് ഇത്ര സോഫ്റ്റ് കോർണർ? അവൾക്ക് നമ്മുടെ ഈ കഥയിലെ റോൾ എന്താ? പുതിയ നായികയായിട്ട് അവളെ തെരഞ്ഞെടുത്തോ? നമ്മൾ തമ്മിലുള്ള ശത്രുതയിൽ ഒരു നിരപരാധിയായ പെൺകുട്ടി കൊല്ലപ്പെടാൻ പാടില്ല. അതുമാത്രമാണ് എന്റെ ഉദ്ദേശം. നോ, മുൻപൊരു ഫോൺ വഴിയിൽ നമ്മൾ സംസാരിച്ചതാണ്. അവൾ വെറുമൊരു പെൺകുട്ടിയല്ല, രവിചന്ദ്രവർമ്മന്റെ നെഞ്ചിടിപ്പാണ്. ഈ ലവ് സർ. അതുകൊണ്ട് തന്നെ രവിയെ തീർക്കുന്നതിന് മുൻപ് അവന് പ്രിയപ്പെട്ടവരെല്ലാം ഒന്നൊന്നായി തീർക്കും ഞാൻ. എന്നെ അവൻ എങ്ങനെ ഒറ്റപ്പെടുത്തിയോ അതുപോലെ അവനും ഒറ്റപ്പെട്ടേ പറ്റൂ. അവന്റെ മരണത്തെക്കാൾ അവന് പ്രിയപ്പെട്ടവരുടെ മരണമായിരിക്കും അവനെ ഏറെ വേദനിപ്പിക്കുന്നത്. അങ്ങനെ വേണം അവൻ വേദനിക്കുന്നത് എനിക്ക് കാണാൻ. വിക്ടർ, പൊസിഷൻ റെഡി ബോസ്. അയ്യോ എന്റെ കരിക്കൊത്തിമ്മി, ദേ ശ്രീടച്ച, സൂക്ഷിക്കണ്ടേ ഇതൊക്കെ. ആ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രാവിലെ ഞാനും നടന്നു വരുമ്പോ വഴി വെച്ചേ എന്റെ കാലിന്റെ തള്ളവിരലൊന്ന് ഉളുക്കി ചതഞ്ഞു. ചെറിയ ചോരയും വരുന്നുണ്ടായിരുന്നു. സരോജമ്മേ, മതി മതി, ബാക്കി വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട്. കസ്റ്റമേഴ്സ് വന്നു, നിങ്ങൾ പോയി ഒന്ന് അറ്റൻഡ് ചെയ്തേ. ആ ശരി മുതലാളി. ശ്രീടച്ച, ഞാൻ പിന്നെ വിളിക്കാവേ. കടയിൽ കസ്റ്റമർ വന്നു, ഞാൻ ചെല്ലട്ടെ.
ഇനി നമുക്ക് ഇറങ്ങാം. ഒരു മിനിറ്റ് സർ. ഇതൊക്കെ നോക്കി അടിപൊളിയായിട്ടുണ്ടല്ലേ? ഈ ഫോട്ടോസൊക്കെ താൻ എന്ത് ചെയ്യും? പേടിക്കണ്ട സർ, ഇത് ഞാൻ ഫേസ്ബുക്കിലൊന്നും അപ്ലോഡ് ചെയ്യില്ല. ഇതെന്റെ പേഴ്സണൽ കളക്ഷനാ. ശരി, വരൂ പോവാം. എന്താ രാജാറാം, കുറെ നേരമായിട്ട് സൈലന്റ് ആണല്ലോ. നിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ? കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു പോയില്ലേ, അപ്പൊ പിന്നെ കൊല്ലുകയല്ലാതെ. ഹലോ ഹലോ രാജാറാം. ഹലോ വിക്ടർ. ഹലോ സാർ, ആ കോൾ കട്ടായി. കൃഷ്ണേ, 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 കൃഷ്ണ നിക്കാൻ, എടി നിക്കാൻ, കൃഷ്ണേ നിക്കടി അവിടെ. ചെവി പഞ്ഞിയും വെച്ചോണ്ടാണോ നീ നടക്കുന്നേ? ഞാൻ എത്ര തവണ വിളിച്ചു. കൈ വിടാൻഡി, വേദനിക്കുന്നു. അല്ല, ശ്രീ എവിടെ? രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ലേ കോളേജിൽ പോണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? എന്നിട്ടിപ്പോ നീ മാത്രമല്ലേ ഉള്ളൂ? അവളെവിടെ? അത് പെട്ടെന്നൊരു അത്യാവശ്യം വന്നപ്പോ. അത്യാവശ്യോ? എന്തത്യാവശ്യം? അത് എന്റെ ഒരു ഫ്രണ്ടിന് ആക്സിഡന്റ് പറ്റിയേണ്ടി. ശ്രീ അവളെ കാണാൻ പോയിരിക്കുവാ. നിന്റെ ഫ്രണ്ടിന് ആക്സിഡന്റ് പറ്റിയതിന് അവൾ എന്തിനാ പോകുന്നത്? അത് നീ ഇല്ലാതെ. അതാൻഡി, ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നതാ. അപ്പൊ പെട്ടെന്ന് കുറച്ച് മെഡിസിൻ വേണമെന്ന് പറഞ്ഞു. ഞാനത് വാങ്ങിക്കാൻ പോവാ. സമയായി, ഞാൻ പോട്ടെ ആന്റി. നമുക്ക് പിന്നീട് സംസാരിക്കാം. അല്ല എടി കൃഷ്ണേ, ഇവളെന്തൊക്കെയാ പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഏത് ആക്സിഡന്റ്? ഏത് ഫ്രണ്ട്? സ്കൂട്ടറിലോ? സാർ സ്കൂട്ടറിലാണോ വന്നേ? അതെ, എന്റെ ഒരു ഫ്രണ്ടിന്റെ തിരികെ കൊടുക്കണം. എന്താ, തനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടോ? ഏയ്, എനിക്കിഷ്ടാ സർ. സാർ ഇതുവരെ സ്കൂട്ടർ ഓടിച്ച് കണ്ടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ആക്ച്വലി സൈക്കിൾ ഈസ് മൈ ഫേവറേറ്റ് വെഹിക്കിൾ. പിന്നെ കാലത്തിനനുസരിച്ച് കോലം കിട്ടുന്നേ ഉള്ളൂ. ഓ, തനിക്ക് ഹെൽമെറ്റ് വേണമല്ലോ അല്ലേ? ഒരു മിനിറ്റ്, അവന്റെ സ്റ്റോക്ക് ഉണ്ടാവും, നോക്കട്ടെ. ഇതാ. ആ, ഞാൻ പറഞ്ഞില്ലേ. സൂപ്പർ. വാ. അയ്യോ, എന്റെ കരിക്കോത്യമ്മേ, നടന്നൊരു പരുവായി. എത്തിയോ?
അല്ല സരോജം, മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. ഒരു ചായ എടുക്കട്ടെ കുടിക്കാൻ, നല്ല കടുപ്പത്തില്? എനിക്കൊന്നും വേണ്ട, അല്പം ഇരുന്നാ മതി. ആകെ ഒരുമാതിരി പരവേശം പോലെ. പരവേശപ്പെടാൻ കാരണം എന്താ? നീ ഉച്ചയ്ക്ക് ഉണ്ടായ ഭക്ഷണം കഴിച്ചില്ലായിരുന്നോ? കഴിക്കാൻ തോന്നിയില്ല ശ്രീടച്ച, വായിക്ക് രുചിയില്ലായിരുന്നു. ഞാൻ ശ്രീടച്ചനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞ ഇന്നാ ശരിക്കും അച്ഛന്റെ അവിടുത്തെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. ഈ സെയിൽസ്മാന്റെ പണി എന്ന് പറഞ്ഞ ഒരു 1.5 പണിയാ. എനിക്കത് ബോധ്യപ്പെട്ടു. അതൊക്കെ അങ്ങനെയിരിക്കും. ഒരു ചായ കിട്ടി സരോജം, അത് കുടിച്ചാ മതി നിന്റെ ക്ഷീണം മാറാൻ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ആദ്യം നിങ്ങളിത് കേക്ക്. നിങ്ങളുടെ ജോലി നിങ്ങളെ കൊണ്ടേ ചെയ്യാൻ പറ്റൂ. ഒന്നാമത് എനിക്കാണെങ്കിൽ ഒട്ടും ക്ഷമയില്ല. ഞാൻ ഒരാഴ്ച അവിടെ പണിക്ക് പോയാ ഒന്നുകിൽ കസ്റ്റമേഴ്സ് എന്നെ കൈവയ്ക്കും, അല്ലെങ്കിൽ സഹദേവ മുതലാളി എന്നെ ജോലിന്ന് പറഞ്ഞു വിടും. അത് ഉറപ്പാ. ആണല്ലേ? എനിക്കും ഒരു കാര്യം മനസ്സിലായി സരോജം. ഓരോരുത്തർക്കും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്, അതാണ് അതിന്റെ സത്യം. നീ ചെയ്യുന്ന ജോലി ഒരു കളക്ടർ വന്ന് ചെയ്താലും ശരിയാവില്ല. വീട്ടു ജോലിക്കും വേണം ഒരു കൈപുണ്യം. അത് IAS പാസ്സായാലും കിട്ടില്ല. ഈ ലോകത്ത് സ്വന്തം വീട് നന്നായിട്ട് നോക്കുന്ന വീട്ടമ്മമാരെ കഴിഞ്ഞിട്ടേ വേറെ എന്തു പദവിക്കും സ്ഥാനമുള്ളൂ. ഇന്നിപ്പോ ആ തിരിച്ചറിവില്ല ഞാനും. അയ്യോ, അല്ല ശ്രീടച്ച, നേരത്തെ ഫോൺ വിളിച്ചപ്പോ കൈ മുറിഞ്ഞു പറഞ്ഞല്ലോ, ഇതാണല്ലേ അത്? ചോര കുറെ പോയായിരുന്നോ? എങ്ങനെയുണ്ട് ഇപ്പോ? ഓ, വലിയ സാരമൊന്നുമില്ലടി, ചെറുതായിട്ടൊന്നും മുറിഞ്ഞെന്നേ ഉള്ളൂ. വെള്ളം വെള്ളം താ, വെള്ളം തരണം, വെള്ളം തരാൻ. എന്താണ് നോക്കുന്നത്? എന്നെ കെട്ടിയിട്ടവൻ പറഞ്ഞോ എനിക്ക് വെള്ളം തരണ്ടാന്ന്? വിളിക്കണവനെ, വിളിക്കാൻ. എന്താ മലയാളം പറഞ്ഞ അറിയില്ലേ നിനക്കൊന്നും? തമിഴനാ? ഏയ് ഉങ്ക ബോസ് എങ്ങനാ? കൂപ്പിടവന. എന്താ ഹിന്ദിക്കാരന്മാരാണോ? ഏയ് തുമ്ഹാരെ ബോസ് കബ് ലാവോ? തെലുങ്ക് ബിലോറാ നീ ബോസ്? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ആരാ നീയൊക്കെ? വിളിക്കുന്നിട്ടേക്ക് ബോസിനെ, വിളിക്കാൻ. ശരി, നിനക്കൊക്കെ പേടിയാണെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം. ആരാണ് എന്നെ കെട്ടിയിട്ടത്? ആരാ നീ? ഇറങ്ങി വേണം പുറത്ത്, ഇറങ്ങി വരാൻ. വാടാ, വാ. വാങ്ങിടാ, വാ. ബൈഠിയ സാബ്, എനിക്കറിയാം എന്നെ കെട്ടിയിടാൻ നിനക്ക് മാത്രമേ കഴിയൂ. വാ, ഉക്കർ, സിറ്റ് ഡൗൺ. ബൈഠിയനാ? പക്ഷേ കൂടെ ഒരു പെണ്ണുണ്ടെന്ന് കേട്ടപ്പോഴാ എനിക്ക് സമാധാനമായത്. പിന്നെ ഞാനങ്ങ് ഉറപ്പിച്ചു, നീ കണ്ടത് രവിയല്ലെന്ന് തീർച്ചയാണ്. ബാലമ്മ, ഡോക്ടർ ചക്രപാണിയുടെ നമ്പർ ഡയറിയിൽ നിന്ന് എടുക്കണം. ഐ സ്പെഷ്യലിസ്റ്റ് ചക്രപാണി. രേഖയുടെ കട്ടൊന്ന് ഉടൻ ടെസ്റ്റ് ചെയ്യിക്കാൻ. വാട്ട്? എന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാനോ? ചക്രപാണി ഡോക്ടർക്ക് ഒരുപാട് വയസ്സായി കുഞ്ഞ്. ഇപ്പൊ അദ്ദേഹത്തിന് തന്നെ കണ്ണു കാണാൻ വയ്യാത്ത അവസ്ഥയാ. യു ഇഡിയറ്റ്സ്!
ഞാനിപ്പോ ബ്ലൈൻഡ് ആണെന്നാണോ നിങ്ങളൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? മതി, ഈ വിഷയത്തിൽ ഇത്രയധികം തർക്കിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ലോകത്തിൽ ഒരാളെ പോലെ 7 പേരുണ്ടാവുമെന്ന. മിക്കവാറും രേഖ രവിയെ പോലെ വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടിരിക്കുന്നത്. Oh my God! I know it. I know it. എനിക്കറിയായിരുന്നു ഞാൻ പറയുന്നത് ഇവിടെ ആരും വിശ്വസിക്കില്ലെന്ന്. But I am dead sure. ഞാൻ കണ്ടത് ബ്രദർ ഇൻ ലോയെ തന്നെയാ, അല്ലാതെ ബ്രദർ ഇൻ ലോയെ പോലെ ഇരിക്കുന്ന വേറൊരാളെ അല്ല. കണ്ടത് ഞാൻ വന്ന് പറഞ്ഞു. വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതുകൊണ്ട് എനിക്കൊരു നേട്ടവും ഇല്ലെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഗോപി, എന്താ നോക്കി നോക്കി നിൽക്കുന്ന? കണ്ടിട്ട് മതിയായില്ലേ? ഓ, നീ ഇപ്പൊ വലിയ അധോലോക നായകൻ കളിക്കല്ലേ? ഭയങ്കര വലിയ ഗോഡൌൺ സെറ്റപ്പ് ഒക്കെ ആയിട്ട്. ഇതിങ്ങനെ ഒഴിച്ചിടാതെ കുറച്ച് അരിച്ചാക്കൂടെ നിറച്ച് റാക്ക് റാക്കായിട്ട് വെച്ചിരുന്നെങ്കിൽ നല്ല സ്റ്റൈൽ ആവുമായിരുന്നു. അല്ല, ഇതെങ്ങനെ ഡെയിലി റെന്റ് ആണോ അതോ മണിക്കൂറിനാണോ റെന്റ്? എങ്ങനെയാ നീ ഡീൽ ചെയ്തിരിക്കുന്നത്? അയ്യോ, അങ്ങനെ ഒന്നും തുറച്ചു നോക്കല്ലേടാ, കണ്ടിട്ട് പേടിയാവും. എന്തായാലും ശിഷ്യന്മാര് കൊള്ളാം. ചാകാൻ നേരത്ത് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കത്തില്ല ദുഷ്ടന്മാർ. മതി നിന്റെ തമാശ പറച്ചില്, കുറച്ച് കൂടുതലായി. തലയ്ക്ക് മുകളിൽ ഒരു വാള് കിടന്നാടുമ്പോഴാ നിന്റെ ഒടുക്കത്തെ ഒരു തമാശ. ഇതൊക്കെ എന്നെ കൊണ്ട് പറയിക്കുന്നതാണ്. ബോധം കെടുത്തൽ, കിഡ്നാപ്പിംഗ്, കസേരയിൽ കെട്ടിവെക്കൽ, എല്ലാം കൂടെ നോക്കുമ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പോലുണ്ട്. ഇതൊന്നും ഇക്കാലത്ത് വർക്കൗട്ട് ആവില്ലെന്ന് നിനക്കറിയില്ലേ? അറിയാത്തത് കൊണ്ടല്ല, പറഞ്ഞ തലയെ കയറുന്നവനായിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. ഞാൻ ഇത്രയൊക്കെ സെക്യൂരിറ്റി വെച്ചിട്ടും പിസാബോയുടെ കോമാളി തൊപ്പിയും ഡ്രസ്സും ഒക്കെ ഇട്ട് രക്ഷപ്പെട്ട് കളഞ്ഞില്ലേ തമ്പുരാൻ? ഇവിടെ ജയില് സിനിമ സീൻ കളി തുടങ്ങിയത് നീയാ, ഞാനല്ല. താങ്ക്സ്. ബിസിനസ് അവസാനിപ്പിച്ചാൽ സിനിമയിൽ ഒരു ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാങ്ങ തൊലി. ഞാൻ എന്തുമാത്രം ടെൻഷൻ അനുഭവിച്ചെന്ന് നിനക്ക് വല്ല ബോധം ഉണ്ടോടാ? എടാ, ഉണ്ടോന്ന്? ഇല്ല. നീ ആദ്യം ദയവുണ്ടായി ഈ കെട്ടനഴിച്ചുവിട് പ്ലീസ്. നടുവേന തുടങ്ങിയടാ, അതുകൊണ്ടാ. അത് നീ പേടിക്കണ്ടടി. ചിലപ്പോ അവര് മോളുടെ കല്യാണക്കാര്യം വലുതായിരിക്കും സൂചിപ്പിച്ചത്. ഈശ്വരിയമ്മ വളച്ചും തിരിച്ചൊക്കെ പറയുന്നതൊന്നും മനസ്സിലാക്കാതെ നീ തെറ്റിദ്ധരിക്കുന്നതാ. ഏതായാലും മോളുടെ പരീക്ഷ ഒന്ന് കഴിയട്ടെ. അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. അതെ അതെ, ആദ്യം അതന്വേഷിക്കണം നമ്മള്. പെൺകുട്ടികളുടെ മനസ്സിൽ എന്താന്ന് ചോദിക്കാതെ പടച്ചുവിടുന്ന കല്യാണങ്ങളാ 1-2 വർഷമാകുമ്പോ തകർന്നു പോകുന്നത്. ആ മോളെ, വാ വാ. ഇന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട ഉള്ളിത്തീയലുണ്ട് ഇവിടെ. വെറും ഉള്ളിത്തീയലല്ല, സ്പെഷ്യൽ ഉള്ളിത്തീയൽ. അതുണ്ടാക്കിയത് ആരാണെന്നറിയാമോ? ഈ മിസ്റ്റർ സുദർശൻ വീട്ടിൽ സുദർശനാണ്. സത്യമാണോ അച്ഛാ? വണ്ടർഫുൾ. വണ്ടറും ഫുള്ളൊന്നുമല്ല. ഈ വീട്ടിൽ നിന്റെ അമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത ഒരേ ഒരു ജോലിയായിരുന്നു ഈ പാചകം. ഇന്നത്തോടുകൂടി അതിലും അവള് വിജയിച്ചു. ഈ അച്ഛനിപ്പോ പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെയായി. ആ മോള് കഴിച്ചു നോക്കി. അച്ഛാ, സൂപ്പർ ആയിരിക്കുന്നു. വലിയ കമ്പനിയുടെ ഉടമയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു പൊട്ട ഫോണും പൊട്ട നമ്പറും അല്ലാതെ സ്പെയർ ആയിട്ട് മറ്റൊരു ഫോണോ മറ്റൊരു നമ്പറോ കൊണ്ടു നടക്കില്ല. എങ്കിൽ പിന്നെ ഒന്നിന് നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ മറ്റൊന്നിൽ കിട്ടുമായിരുന്നല്ലോ നമുക്ക്. ശ്രീ, നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് കമ്പനി സ്റ്റഡിക്കാ. നാളെ നമ്മുടെ എക്സാം. അതിനിടയിൽ നീ ഈ റൊമാൻസിനൊക്കെ പോകുന്നത് ഭയങ്കര ബോറാ. ഏതായാലും എക്സാം കഴിഞ്ഞിട്ട് കാണാന്നല്ലേ രവിവർമ്മൻ സാർ പറഞ്ഞത്. പിന്നെന്താ നിനക്ക് ഇത്ര വെപ്രാളം? ടേക്ക് ഇറ്റ് ഈസി ഡാർലിംഗ്, നീ കിടന്ന് പിടയ്ക്കാതെ. എക്സാം നന്നായി എഴുതാൻ വേണ്ടി സാറിന് വിഷ് ചെയ്തില്ലേ? അതുകൊണ്ട് നീ നോക്കിക്കോ, ഈ എക്സാമിന് 100-ന് 100 മാർക്ക് ഞാൻ വാങ്ങിയിരിക്കും. അതുറപ്പാ. ഇങ്ങനെയാണ് നിന്റെ പഠിത്തമെങ്കിൽ
100-ല് 0 കിട്ടിയാൽ തന്നെ നിന്റെ ഭാഗ്യം. ഗായത്രി അമ്മേ, രവിക്കുഞ്ഞു വന്നിട്ടുണ്ട്. വന്നോ? അമ്മേ ഭഗവതി. മോനെ രവി, സുഖമല്ലേ മോനെ നിനക്ക്? സുഖമായിരിക്കുന്നമ്മേ. അമ്മ നിന്റെ വരവും കാത്ത് എത്ര ദിവസമായിട്ട് ഇരിക്കുന്ന അറിയോ? ഉറക്കം വരാറേ ഇല്ല. രാജാറാം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ഇല്ലേ രാജ? എന്നാലും നീ എന്റെ അടുത്തുള്ളതും വേറെ ഒരിടത്തിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അതാ ഉറക്കം വരാത്തത്. അറിയാമേ, ദിവസവും അമ്മയെ ഫോൺ ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ പോലും അല്ലായിരുന്നു. ഐ ആം സോറി. ആ, ഒരു തരത്തില് നന്നായി മോനെ. ആ ഗൗരിദാസ് ജയിൽ മോചനായാൽ നിന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അവൻ നിന്നെ ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഹേ ഇല്ലമ്മേ, അവനങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യില്ല. എന്റെ കാര്യത്തിൽ എന്നേക്കാൾ ശ്രദ്ധ ദാ ഇവനാ. ആ, ഇവൻ നോക്കിക്കോളും കാര്യങ്ങൾ. അതിന് ഒരു ചെറിയ സൈന്യം തന്നെ ഇവന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അമ്മ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കട്ടെ. ആദ്യം അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. മറ്റു ചിന്തകളൊന്നും തൽക്കാലം ഈ തലക്കുള്ളിൽ പിടിച്ചിട്ടുണ്ട്. മനസ്സിലായോ എന്റെ അമ്മക്കുട്ടിക്ക്? മനസ്സിലായി മോനെ. ഇനി ഒരു ചിന്തയുമില്ല എനിക്ക്. ഇന്ന് ഞാൻ സുഖമായിട്ട് ഉറങ്ങും. നീ വന്നല്ലോ. കൃഷ്ണേ, കരയല്ലേ, പോട്ടെ, ക്ഷമിച്ചു കളാ. അച്ഛന്റെ സ്വഭാവം അറിയാലോ നിനക്ക്. നമ്മുടെ വീട് മാത്രം എന്താ ദീപു ഇങ്ങനെ? അമ്മയും അങ്കിളൊന്നും നമ്മളെ മനസ്സിലാക്കി സംസാരിക്കാറിയില്ല. എപ്പോ നോക്കിയാലും ദേഷ്യവും പരിഹാസവും. നല്ലൊരു വാക്ക് പോലും പറയില്ല. മടുത്തു. എവിടെയെങ്കിലും ഇറങ്ങി പോയാലോ എന്നാ ചിലപ്പോ തോന്നുന്നത്. നീ പോയാ ഞാനും വരും. നീയുള്ളോണ്ടാ ഞാനും ഇവിടെ നിൽക്കുന്നത്. കരയല്ലേ കൃഷ്ണ, നീ കരഞ്ഞാ ഞാനും കരയും. പ്ലീസ് കണ്ണീര് തുടയ്ക്ക്. നോക്ക്, പരീക്ഷയായിട്ട് നീ ഇങ്ങനെ കരഞ്ഞ് ഉറങ്ങാതിരുന്ന ഒന്നിനും ഉത്തരം എഴുതാൻ പറ്റില്ല. എന്റെ അച്ഛനും അവരോടുള്ള പകയാ. നിന്റെ അമ്മയ്ക്ക് അവരുടെ ചേട്ടന്റെ കൂടെ നിന്നേ പറ്റൂ. അതവരെന്തോ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ നിന്നാ മതി. ശ്രീലക്ഷ്മി നമ്മുടെ ഫ്രണ്ടാ. ഇന്നും നാളെയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. തൽക്കാലം നീ ഉറങ്ങിക്കോ. നാളെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതല്ലേ. പ്ലീസ്.
രവിക്കുഞ്ഞ് എന്തായി കാണിക്കുന്നത്? ഇതൊക്കെ ചെയ്യാൻ ഇവിടെ തോട്ടത്തിൽ പണിക്കാരില്ലേ, അവര് ചെയ്യും. കുഞ്ഞിനെ എല്ലാവരും ദൈവത്തെ പോലെ അല്ലേ കാണുന്നത്. കുഞ്ഞു വന്ന് ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാ എന്ന് വെച്ചാൽ എന്താ? ബാലമ്മ എന്നെ ദൈവവുമായിട്ട് താരതമ്യം ചെയ്യരുത് പ്ലീസ്. ഞാൻ ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. പിന്നെ ഒരു മനുഷ്യനെ ദൈവമായിട്ട് താരതമ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ഭൂമിയിൽ അർഹതയുള്ള ആരാന്നറിയോ ബാലമ്മയ്ക്ക്? ഒരു കർഷകൻ. കർഷകര് മാത്രമാണ് ഭൂമിയിൽ ദൈവത്തിന് തുല്യമായിട്ടുള്ളവർ. അവരില്ലെങ്കിൽ നമ്മളില്ല. അത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റ് തോന്നുന്നുണ്ടോ ബാലമാമന്? ഇല്ല കുഞ്ഞെ, ഒരു തരത്തിൽ അതാ സത്യം. അല്ലെങ്കിലും കുഞ്ഞിനോട് പറഞ്ഞ് ആർക്കാ ജയിക്കാൻ പറ്റുന്നത്? അല്ലെ, ഈ രാജാറാം സാർ അതിരാവിലെ എങ്ങോട്ടാ പോയത്? കാപ്പി കുടിക്കാൻ പോലും ആളിനെ കണ്ടില്ലല്ലോ. ബാഗിൽ വെച്ചേക്കെ. മോള് ദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചമ്മേ. പരീക്ഷ നന്നായിട്ട് എഴുതണം മോളെ. നീ ഒരാളായിട്ട് വേണം ഈ വീട് ഗതി പിടിക്കാൻ. അറിയാം. മോളെ നീ റെഡിയായോ? അതെ അച്ഛാ. ആ എന്റെ കരിക്കൊത്തിയമ്മേ, എന്റെ മോൾ എന്നും ഒന്നാം സ്ഥാനത്തായിരിക്കണേ. ഓൾ ദി ബെസ്റ്റ് മോളെ. ആദ്യം അറിയാവുന്ന ചോദ്യങ്ങൾക്ക് വേണം ഉത്തരം എഴുതാൻ. അറിയാത്ത ചോദ്യത്തിന് ഉത്തരം ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഒടുവിൽ സമയം കിട്ടൂല. മനസ്സിലായോ? അറിയാം. അച്ഛൻ ഈ ഉപദേശം 1ാം ക്ലാസ് മുതൽ എനിക്ക് തരാറുള്ളതല്ലേ. ഇപ്പൊ എനിക്കിത് കാണാപ്പാടാ. ഞാൻ ഒട്ടും സമയം പാഴാക്കില്ല അച്ഛാ. നന്നായി എഴുതിക്കോളാം. പോയിട്ട് വരാം. ബൈ അമ്മേ. ബൈ അച്ഛാ. ഓൾ ദി ബെസ്റ്റ്. ഹലോ രാജാറാം, എന്തായി കാര്യങ്ങൾ? സോറി സർ, വേട്ടയ്ക്ക് വന്നിട്ട് വെറും കൈയുമായി മടങ്ങി വരേണ്ട അവസ്ഥയാണ്. ഐ എം സോറി. അയാൾ ഇവിടെ ഇല്ല. ഇത് ഞാൻ പ്രതീക്ഷിച്ചോ? അവൻ എനിക്ക് വിട്ടുതരാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ ഞാൻ. കേൾക്കില്ല നീ. കേൾക്കില്ല ഞാൻ. നോക്ക് രവി, നിന്റെ വീട്ടിൽ ഉപ്പും ചോറ് നിന്ന് വളർന്നവനാ ഞാൻ. എനിക്കതിന്റെ സ്മരണയുണ്ട് എപ്പോഴും. ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ നീ ഇടപെടരുത്. ഇതെനിക്ക് വിട്ടേക്ക്. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നത് ഞാനാണ്, ഈ രാജാറാം. പ്ലീസ്.